നമസ്കാരം. ആറ്റുകാൽ ഭഗവതിയുടെ പുണ്യസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും നിസ്സഹായതയും മുതലെടുത്ത് പണമൂറ്റുന്ന ലോബികൾ കേരളത്തിലൊരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രോത്സവങ്ങൾ വരുമ്പോൾ ഭക്തരെ പലവിധത്തിൽ ചൂഷണം ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടത്തിന് മുമ്പിൽ തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ ഇടപെടൽ ഒരു വലിയ പാഠമാവുകയാണ്. ഒരു സാധാരണ ഓൾട്ടോ കാർ പാർക്ക് ചെയ്യാൻ പോലും 400 മുതൽ 500 രൂപ വരെ ഈടാക്കുന്ന ക്രൂരമായ പകൽക്കൊള്ളയാണ് ആറ്റുകാലിൽ കണ്ടത്. യാതൊരു അനുമതിയോ ലൈസൻസോ ഇല്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളിൽ നിന്നും പണം വാരുന്ന ഈ സംഘത്തിന്റെ ധാർഷ്ട്യം അത്രമേൽ വലുതായിരുന്നു. എന്നാൽ സാധാരണയായി ഇത്തരം പരാതികൾ കിട്ടുമ്പോൾ നോക്കാം, കാണാം, ഫയൽ പഠിക്കട്ടെ എന്നിങ്ങനെയുള്ള തണുപ്പൻ മറുപടികൾ നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തനായി ഒരു നിമിഷം പോലും കളയാതെ ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നാണ് വി രാജേഷ് ഈ കൊള്ള അവസാനിപ്പിച്ചത്. ഒരു ഓൾട്ടോ കാറിന് 400 രൂപയോ തോന്നിയാസം കാണിക്കരുത് എന്ന് അദ്ദേഹം ആഞ്ഞടിച്ചപ്പോൾ അവിടെ തടിച്ചുകൂടിയ ഭക്തർക്ക് അതൊരു വലിയ ആശ്വാസമായി മാറി. ജനപ്രതിനിധികൾ ശീതീകരിച്ച റൂമിലിരുന്ന് ഭരണം നടത്തേണ്ടവരല്ലെന്നും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ നേരിട്ടിറങ്ങി ഇടപെടേണ്ടവരാണെന്നും അദ്ദേഹം തെളിയിച്ചു. ദൂരദേശങ്ങളിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പേ വന്ന് റോഡരികിൽ പൊങ്കാലയിടാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളെ സഹായിക്കുന്നതിന് പകരം അവരെ ഇങ്ങനെ പിടിച്ചുപറി നടത്താൻ ഈ മാഫിയയ്ക്ക് ധൈര്യം ലഭിക്കുന്നത് ഭരണകൂടത്തിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വീകരിക്കേണ്ട ആർജവമാണ് വി രാജേഷ് കാണിച്ചത്. രാജേഷ് മേയറായി വന്നതിനു ശേഷം തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭരണമുണ്ടെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെന്നും സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പല നിർണായക തീരുമാനങ്ങളും അദ്ദേഹം സ്പോട്ടിലെടുക്കുന്നത് കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ കടുത്ത ചൂടിൽ പൊങ്കാലയിടാൻ എത്തിയവർക്ക് കുടിവെള്ളം മുട്ടിച്ച സർക്കാർ നയത്തിനെതിരെയും അദ്ദേഹം ശക്തമായി രംഗത്തുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും കുടിവെള്ളത്തിനായി കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സംസ്ഥാന സർക്കാരിന്റെ പരാജയം പകൽ പോലെ വ്യക്തമാണ്. മേയറുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഷോ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ലജ്ജാകരമാണ്. ഭക്തർക്ക് ദാഹജലം നൽകുന്നതിനെ കുറ്റം പറയുന്ന പിണറായി സർക്കാരിന് വി രാജേഷ് നടത്തുന്ന ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നോക്കാം, കാണാം എന്ന ശൈലി മാറ്റിയെഴുതി തന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന വി രാജേഷ് വരും കാലങ്ങളിൽ കേരളത്തിലെ ഓരോ ജനപ്രതിനിധിക്കും ഒരു മാതൃകയാകുമെന്നതിൽ തർക്കമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.